പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ മാമ്പഴത്തറ വ്യൂ പോയിന്റിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ബൈക്കിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല മനോഹരമായ കാഴ്ചയാണ്. ബൈക്കിൽ മാത്രമല്ല, ഏത് വാഹനത്തിൽ വന്നാലും കാണാൻ നല്ല കാഴ്ചകളാണ്. കാരണം ഈ വനപ്രദേശത്തിന്റെ ഒരു ഭാഗമെല്ലാം എസ്റ്റേറ്റിന്റെ ഭാഗങ്ങളാണല്ലോ. അപ്പോൾ ഈ റബ്ബർ പ്ലാന്റ് ഒക്കെ മുറിച്ചു മാറ്റിയിട്ട് പുതിയ ഇടാനായിട്ട് വെട്ടിത്തെളിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ദൂരെ ദൃശ്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് കാണാൻ കഴിയും. അതുപോലെ ദൂരെ ആനകൾ ഇറങ്ങുന്ന കാഴ്ചയും കാണാം. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒത്തിരി മനോഹരമായ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ലയങ്ങളുടെ കാഴ്ചകളൊക്കെ ദൂരെ നമുക്ക് കാണാൻ കഴിയും. മാമ്പഴത്തറ വ്യൂ പോയിന്റ് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ഹാരിസൺ പ്ലാന്റേഷന്റെ പല ഭാഗങ്ങളിലെയും ഏക്കർ കണക്കിന് മരങ്ങളാണ് കേട്ടോ. നമ്മൾ നേരത്തെ പോകുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ വനങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. താഴെ ഒരുപാട് എസ്റ്റേറ്റ് ലയങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ടെന്റുകളൊക്കെ കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും വലിയ ഒരു കാഴ്ച എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഈ കുറവൻതാവളത്ത് ഇറങ്ങിയിട്ട് കന്തിരിപ്പാറ പള്ളിയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ച വളരെ മനോഹരമായിരുന്നു. മഴക്കാലത്തൊക്കെ ഈ കന്തിരിപ്പാറ പള്ളിയുടെ സൈഡിലൂടെ നല്ല അരുവിയൊക്കെ ഒഴുകി ഇങ്ങനെ പോകുന്ന വിഷയമൊക്കെ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ കന്തിരിപ്പാറ പള്ളി ഈ പൊക്കത്ത് നിന്ന് ദൂരെ നിന്ന് വ്യക്തമായി കാണാൻ കഴിയും. അതാണ് വേറെ പ്രത്യേകത. ഈ കാണുന്നതാണ് കന്തിരിപ്പാറ പള്ളിയും അതിന് ചുറ്റുവട്ടുള്ള വനപ്രദേശവും ഒക്കെ. അങ്ങനെ ഒത്തിരി കാഴ്ചകൾ ഇപ്പോൾ ലൈവായി കാണാൻ പറ്റും. നല്ല മഞ്ഞ് മൂടുന്ന സമയമായതുകൊണ്ട് മഞ്ഞിന്റെ ആ കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന ഒരു കാഴ്ചയും, അതുപോലെ ആനകളൊക്കെ ഉണ്ട് കേട്ടോ, സൂക്ഷിക്കണം. ആനത്താരയിൽ കൂടിയാണ് നമ്മുടെ യാത്രകളൊക്കെ. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി വാഹനം ഓടിക്കൊണ്ട് ഇരു സൈഡ് നോക്കിയേക്കോണം വൈകുന്നേരങ്ങളൊക്കെ യാത്ര ചെയ്യാൻ.